നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കൂത്താട്ടുകുളം പൊതുമാർക്കറ്റിന് പുറത്തുള്ള വഴിയോര കച്ചവടങ്ങൾക്ക് നിയന്ത്രണം. മാർക്കറ്റിനുള്ളിലെ കച്ചവടക്കാർക്ക് വ്യാപാരം കുറയുന്നു എന്ന പരാതിയെ തുടർന്നാണ് നടപടി. കൂത്താട്ടുകുളം നഗരസഭ പൊതുമാർക്കറ്റിന് പുറത്തുള്ള വഴിയോര കച്ചവടങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മാർക്കറ്റിനുള്ളിലെ കച്ചവടക്കാർക്ക് വ്യാപാരം കുറയുന്നു എന്ന പരാതിയെ തുടർന്നാണ് മാർക്കറ്റിന് മുന്നിലെ വഴിയോര കച്ചവടക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ജയന്തി റോഡ് മുതൽ പൊതുമാർക്കറ്റിന് മുൻവശം വരെയുള്ള വാഹനങ്ങളിലെ വഴിയോര കച്ചവടം മാർക്കറ്റിനുള്ളിലേക്ക് ആക്കണമെന്നാണ് നഗരസഭ അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത്. പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന പച്ചക്കറി മാർക്കറ്റായിരുന്നു കൂത്താട്ടുകുളത്തെ. അതിപ്പോൾ റൂട്ടിൽ ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലും പച്ചക്കറി കൊണ്ട് നിരത്തിയിട്ടുള്ളവരുന്ന മാർക്കറ്റിലേക്ക് ആൾക്കാർ കയറി വരാതെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. സ്റ്റാൾ വാടക 350 രൂപ കൊടുത്ത് അവിടെ ഇരിക്കുന്നത്. ഇത് ഞങ്ങൾ 350 രൂപ കൊടുത്തിരുന്നാലും പുറത്ത് അവരോട് നിസ്സാര പൈസ കൊടുത്തേച്ച് പച്ചക്കറി എല്ലാം പുറത്തിട്ട് വെച്ചേച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അമിതമായിട്ട് വാടക ഈടാക്കിക്കൊണ്ടുള്ള പച്ചക്കറി കച്ചവടമാകുമ്പോൾ ഞങ്ങൾക്ക് ഈ മാർക്കറ്റിലേക്ക് ആരും കയറി വരാത്തൊരവസ്ഥയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പച്ചക്കറി അവരെന്ത് വിലയ്ക്കുവാണെങ്കിലും അകത്ത് കയറ്റിയിട്ട് വിൽക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. അവരെന്നെ വിലയ്ക്കുവാണെങ്കിലും വിറ്റോട്ടെ. ഞങ്ങളുടെ മുൻ ഭരണസമിതിയോടും പറഞ്ഞ് ഇപ്പോഴത്തെ ഭരണസമിതിയോടും അത് മാത്രമേ ഞങ്ങൾ പറയാനുള്ളൂ. എന്ത് വിലയ്ക്ക് അവർക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് അവർക്ക് മാർക്കറ്റിൽ വയ്ക്കാം. പക്ഷേ ഈ സ്റ്റാളിൽ കയറി ഇരുന്ന് വിൽക്കണമെന്നൊരു മാത്രം ഒരു അഭ്യർത്ഥന ഞങ്ങൾ ഈ ഭരണസമിതിയോട് പറയാനുള്ളത്. കൂത്താളം മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു 30 സ്റ്റാളിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതുകൊണ്ട് ആകെ 3 കച്ചവടക്കാരായി പോയി. അത്രയും ഒരു സൂക്ഷിച്ച ഒരു ഇടപാടായി പോയി മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ ഭാഗമായി നഗരസഭാ ചെയർപേഴ്സൺ റെജി ജോൺ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PC ഭാസ്കരൻ എന്നിവർ മാർക്കറ്റിലെത്തി വഴിയോര കച്ചവടക്കാരുമായി സംസാരിച്ചു. മർച്ചൻസുകാരോ കോടതിയുടെ നിലപാടിനനുസരിച്ചല്ല ഞങ്ങൾ നിങ്ങളെയും കൂടി സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ ഞങ്ങൾ ഒരു ഏരിയ തീരുമാനിച്ച ഏരിയയിൽ നിന്ന് മാറ്റി വിട്ടു. മനസ്സിലായില്ലേ? അവിടെയും കച്ചവടത്തിന് കുറവൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ നടക്കുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ മാർക്കറ്റ് ലേലം ചെയ്ത് അവരെ സാധനം വിൽക്കുന്നുണ്ട്. അല്ല മാർക്കറ്റ് ലേലം അവര് ഒരുപാട് കൊള്ളലാകും നടക്കൂല. ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ലേലം ചെയ്ത് കൊടുത്തേക്കണാണ് അവർ പറഞ്ഞ കാര്യം. നമുക്ക് ഇവിടുന്ന് ഈ പോസ്റ്റ് പ്രത്യേക മാർക്കറ്റ് ആ കുഴപ്പമില്ല ഇട്ടോളം പറഞ്ഞു. ഇത് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു മാർക്കറ്റ് ഇത് വഴിയാണ്. ഈ വഴിക്കകത്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പിന്നെ മാർക്കറ്റിലേക്ക് കയറാൻ മതി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒന്നെങ്കിൽ അത് കൂത്താട്ടുകുളം മാർക്കറ്റിന്റെ പഴയ പ്രൗഢി തിരികെ കൊണ്ടുവരുന്നതിന്റെ ആദ്യ പടിയായാണ് കച്ചവട സൗഹൃദമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതെന്ന് ഭരണസമിതി അറിയിച്ചു. വരും ദിവസങ്ങളിൽ കച്ചവടക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കച്ചവടം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ കൂടി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് കഴിഞ്ഞ 34 വർഷമായി പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം ഇവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആഭരണങ്ങൾ കൂടാതെ പ്രസന്റേഷൻ നൽകാവുന്ന വെള്ളിയുടെ പാത്രങ്ങൾ മുതൽ എല്ലാ ഐറ്റംസും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ ലഭ്യമാണ്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബെർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി 5 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള 99.9 സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.